റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ റെയിൽവേയുടെ എക്സാമുകൾക്ക് നമുക്ക് പഠിച്ചു തുടങ്ങണ്ടേ? എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങേണ്ടത്? അതിന് വേണ്ട ഒരു കൃത്യമായ ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്രയും സന്തോഷമുള്ള ഒരു സമയത്താണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ദിശ അക്കാഡമിയെ സംബന്ധിച്ച് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കറിയാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്രയിലേക്ക് മാറിയിരിക്കുകയാണ്? 1,50,000. അപ്പോൾ അത് ദിശ അക്കാഡമിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. സത്യത്തിൽ ദിശ അക്കാഡമിയുടെ ഈ ഒരു ജേണി ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 2019 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ക്ലാസ്സുകളായിട്ട് കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ കേരളത്തിൽ റെയിൽവേ SSC എക്സാമുകളെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് അറിയാത്ത അല്ലെങ്കിൽ അവയർനെസ് കുറവുള്ള ഒരു സമയമായിരുന്നു. നമ്മളുടെ ചാനലിൽ മെയിനായിട്ട് നമ്മൾ ചെയ്തതും സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് മാത്രമാണ്, മറ്റൊരു കോച്ചിങ്ങോ ഇല്ല. സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആയിട്ടുള്ള SSC, റെയിൽവേ, പിന്നെ ബാങ്കിങ്, ഈ മൂന്ന് പരീക്ഷകൾക്ക് വേണ്ടി അത് നമ്മൾ ആ ഒരു എക്സാമുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാര്യവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഈ എക്സാമുകളെ കുറിച്ച് അവയർനെസ് ഒരുപാട് ആളുകൾക്കില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഒരുപാട് ചാനലുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ആളുകൾക്ക് ഈ എക്സാമുകളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ദിശ അക്കാഡമിയുടെ ഏറ്റവും വലിയ സന്തോഷം. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം സാർ, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓൺലൈനിലൂടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനോടൊപ്പം ദിശയ്ക്ക് 5 ബ്രാഞ്ചുകൾ, കേരളത്തിൽ 5 ബ്രാഞ്ചുകൾ എത്തിയിരിക്കുകയാണ്. ആ ബ്രാഞ്ചുകൾ ഒന്ന് പറയാമോ? അതെ, 2019 ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരക്കരയായിരുന്നു. രണ്ടാമത്തെ ബ്രാഞ്ചായിട്ട് ട്രിവാൻഡ്രത്ത് സെക്കൻഡ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ തേർഡ് ബ്രാഞ്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോടാണ്. തേർഡ് ബ്രാഞ്ച് കോഴിക്കോട്, ഫോർത്ത് കൊല്ലം ബ്രാഞ്ചും, അവസാനത്തെ ബ്രാഞ്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരുമാണ്. ഈ 5 ബ്രാഞ്ചുകൾ കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും എത്തിച്ചേരാനുള്ള സൗകര്യാർത്ഥമാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ആ പ്ലേസുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ ആദ്യം തെക്കൻ സൈഡിൽ ചെയ്തു. അപ്പോൾ ഒരുപാട് ആളുകൾ ആ ഒരു മലബാർ സൈഡിൽ നിന്ന് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു അക്കാഡമി തുടങ്ങുന്നില്ലേ? അങ്ങനെയാണ് നമ്മൾ കാലിക്കറ്റ് എത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ മധ്യ കേരളത്തിലുള്ള ആളുകൾക്ക് വളരെയധികം, ഇപ്പോൾ പാലക്കാട് അതുപോലെ തന്നെ എറണാകുളം സൈഡിലെ ആളുകളൊക്കെ ചോദിച്ചപ്പോൾ തൃശ്ശൂർ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്ന് നമ്മൾ ആലോചിച്ചു. അപ്പോൾ ഏകദേശം 5 അക്കാഡമികളാണ്. അപ്പോൾ ഓഫ്ലൈൻ അക്കാഡമികളിൽ പഠിക്കണം അല്ലെങ്കിൽ വന്നിരുന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദിശയുടെ ഈ അക്കാഡമികൾ ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ്. എല്ലാ മന്തും നമുക്ക് സ്റ്റാഫ് സെലക്ഷൻ റെയിൽവേ എക്സാമുകളുടെ ബാച്ചുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. ഈ വരുന്ന നെക്സ്റ്റ് മന്തും ഫെബ്രുവരി 3 മുതൽ നമ്മുടെ ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം ബ്രാഞ്ചുകളിൽ SSC RRBയുടെ റെഗുലർ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5 മുതൽ നമ്മുടെ തൃശ്ശൂർ, കാലിക്കറ്റ് ബ്രാഞ്ചുകളിൽ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓഫ്ലൈനിൽ വന്ന് കൃത്യമായി ഒരു ഗൈഡൻസോട് കൂടി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ആക്ച്വലി 2019 ഇപ്പം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം പറഞ്ഞപ്പോൾ ആ സമയത്തും ആക്ച്വലി ഗ്രൂപ്പ് ഡി വിളിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് നമ്മുടെ അടുത്ത് പഠിച്ച ഒരുപാട് പേര് ഇപ്പോൾ സർവീസിലാണ്. അവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിക്കാറുണ്ട്. അവരൊക്കെ ജോലി മേടിച്ച് ഒരുപാട് അവരുടെ സക്സസ് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ ദിശ അക്കാഡമിയുടെ സക്സസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച് ഗ്രൂപ്പ് ഡി ജോലി നേടിയ ആളുകളുടെ എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ സക്സസ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹാപ്പി മൊമെന്റ് ആണ്. കാരണം ഇത്രയും സമയം നമ്മൾ കവർ ചെയ്ത് നിൽക്കുമ്പോൾ ഒരുപാട് ഫാമിലീസിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റി. അതിനൊരു സാറ് പറഞ്ഞതുപോലെ 1.5 ലക്ഷം ആളുകളിലേക്ക് നമുക്ക് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്താണെന്നും റെയിൽവേയുടെ പരീക്ഷകളെ കുറിച്ചും ഒക്കെ എത്തിക്കാനായിട്ട് സാധിച്ചു. നിങ്ങളില്ലാതെ നമുക്ക് എന്ത് ആഘോഷം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം ഈ 150K നിങ്ങളുമായി സെലിബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം അത് പങ്കുവെക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയാണ് നിങ്ങളുടെ റെയിൽവേയുടെ എക്സാംസ് ഒക്കെ ഇപ്പം ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സമയമാണ്. റെയിൽവേയുടെ NTPC ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്ന് നിൽക്കുക. ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഫ്രണ്ടിലെത്തി ഈ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനും, കൂടാതെ റെയിൽവേയുടെ പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൂടി ഞങ്ങൾ ലാസ്റ്റ് പറയും. ഒരു സർപ്രൈസ് അതിനുവേണ്ടി തന്നെ വെച്ചിട്ടുണ്ട്. ആ ഒരു ബാച്ചിനെ പറ്റിയുള്ള അനൗൺസ്മെന്റ് കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ ഈ 150K ആയ സന്തോഷത്തിൽ ഇതിന് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? അതെ, ദിശ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഗിഫ്റ്റ് ആണ്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിന്റെ കാര്യമാണ്. അതായത് ദിശയുടെ, ഞാൻ പറഞ്ഞു ഓഫ്ലൈൻ ബ്രാഞ്ചുകളെ പറ്റിയൊക്കെ നിങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ ദിശയ്ക്ക് വളരെ വലിയ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ കേരളത്തിനകത്തും വെളിയിലുമൊക്കെയായി ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ, റെയിൽവേ, ബാങ്കിങ് പോലെയുള്ള എക്സാംസിനെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ്ക്ലൂസീവ്ലി ദിശ കവർ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണ്. അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകളാണ്. നമ്മളെല്ലാം കൂടെ കയറി എന്താണ് കവർ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേണമെങ്കിൽ നമുക്ക് PSCയുടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ
പരീക്ഷകളുടെ എല്ലാം ചെയ്യാം. പക്ഷേ ഓരോ മാതൃകയാണ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ട അതേ മാതൃകയാണ്. അപ്പൊ ആ രീതിയിലേക്ക് തന്നെ വിദ്യാർത്ഥികളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുക, അതിലൂടെ തന്നെ റിസൾട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദിശ ലേണിംഗ് ആപ്ലിക്കേഷന്റെ കോഴ്സുകൾക്ക് നമ്മൾ 15% ഓഫ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നമ്മുടെ കോഴ്സിലെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ 15% ഓഫ് ഇനി വരുന്ന 2 ദിവസങ്ങളിൽ ദിശയുടെ 150K സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും നമ്മളൊരു ഓഫർ തരികയാണ്. അപ്പോൾ ഈ സന്തോഷം വളരെ സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് പ്രയോജനം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ സന്തോഷം നിങ്ങളുമായിട്ട്. നമ്പേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്, ദിശയുടെ നമ്പറുകൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഞാൻ മെയിനായിട്ട് ചോദിക്കും, ഞാൻ ഈ വീഡിയോയുമായി വന്നപ്പോൾ റെയിൽവേയുടെ എക്സാംസ് ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫർമേഷൻ പങ്കുവെച്ചുകൊണ്ടാവണം ഈ വീഡിയോ എന്ന് തോന്നി. ഇപ്പം അനിൽ സാറൊക്കെ റെയിൽവേയുടെ NTPC എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവരോട് ചില ചോദ്യങ്ങൾ ഞാനൊരു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന 1-2 ചോദ്യങ്ങൾ. ഇവിടെ തന്നെ RRB ഗ്രൂപ്പ് ഡി പഠിച്ചു തുടങ്ങണ്ടേ എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചിന്ത. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറയുന്നത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത്? ഇത് ഡെന്നി സാർ ചോദിച്ച ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു ആൻസർ ചെയ്യണം എന്ന് തീർച്ചയായിട്ടും തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ദിശ അക്കാഡമി നിങ്ങൾക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നും ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണ്ടേ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യമാണ്, റെയിൽവേ ഗ്രൂപ്പ് ഡി നിങ്ങൾ ചിന്തിക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷയാണ്, ബാക്കിയുള്ള പരീക്ഷകളൊക്കെ കമ്പയർ ചെയ്യുമ്പം എളുപ്പമുള്ള പരീക്ഷയാണ് എന്ന് കരുതി വളരെ നിലവാരം കുറഞ്ഞു പഠിക്കേണ്ട ഒരു പരീക്ഷ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് 10ാം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷയാണ്. അതുകൊണ്ട് ഇത്രയും മാത്രം പഠിച്ചാൽ പോരെ, മാത്സ് ഇത്രയും പഠിച്ചാൽ മതി, റീസൺ ഇത്രയും പഠിച്ചാൽ മതി, കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2019 വിളിച്ചപ്പോൾ കട്ട് ഓഫ് ഇത്രയും മാത്രമേ ഉള്ളായിരുന്നു എന്ന് ചിന്തിച്ച് എന്തെങ്കിലും അറ്റവും മൂലയും പഠിച്ചിട്ട് പോകാമെന്ന് ചിന്തിച്ചിരിക്കുന്നവരോട് പറയാനുള്ളത്, ഒരു കാരണവശാലും ആ ഒരു അപ്രോച്ച് ഇവിടെ എടുക്കരുത്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം 2019 ആക്ച്വലി വിളിച്ചപ്പോൾ 1,05,000 വേക്കൻസി ഉണ്ടായിരുന്നു. അന്ന് റെയിൽവേ പരീക്ഷകളെ പറ്റി ഒരുപാട് അവയർനെസ് പലർക്കും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല സിറ്റുവേഷൻ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ 2024-25 എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ റെയിൽവേ എക്സാംസ്, SSC എക്സാംസ്, സെൻട്രൽ ഗവൺമെന്റ് പരീക്ഷകളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ NTPC പരീക്ഷയ്ക്ക് ഉൾപ്പെടെ പഠിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഗ്രൂപ്പ് ഡി പരീക്ഷയും എഴുതുന്നത്. ഇപ്പോൾ ഡിഗ്രി ഉണ്ടെന്ന് വെച്ചാൽ ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല, അങ്ങനൊന്നും അല്ല. എല്ലാവർക്കും ഈ പരീക്ഷ എഴുതാം. RRB ഗ്രൂപ്പ് ഡി പരീക്ഷ ഡിഗ്രി ഉള്ളവരും മാസ്റ്റേഴ്സ് ഉള്ളവർക്കും എല്ലാവർക്കും എഴുതാം. സോ NTPC പരീക്ഷ സ്റ്റാഫ് സെലക്ഷൻ പ്രിപ്പയർ ചെയ്യുന്നവർ ഉൾപ്പെടെ എഴുതാം. അതുകൊണ്ട് പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം അത്യാവശ്യം NTPCയുടെ ഒരു നിലവാരം എങ്കിലും കീപ്പ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ അവസാനം നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പരീക്ഷ എളുപ്പമാണെന്ന് ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്ത് വളരെ കുറച്ച് പഠിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഞാൻ മാറ്റി തിരുത്താൻ ഉദ്ദേശിക്കുന്നു. പ്രിപ്പറേഷൻ നല്ല രീതിയിൽ റെയിൽവേ SSC പരീക്ഷകളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ഇതിന് പ്രിപ്പറേഷൻ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഒരു ചോദ്യം കൂടെ, ഞാൻ ഒരുപാട് പേര് ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ ആശങ്കയായിരിക്കും. കാരണം ഇപ്പോൾ PSC എഴുതുന്ന കുറേ ആളുകൾക്ക് റെയിൽവേയുടെ പരീക്ഷ എഴുതാൻ പറ്റും. കാരണം ഏജ് 36 വരെ ഉണ്ടായതുകൊണ്ട് ഇപ്രാവശ്യം 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അവരോടുകൂടെ പറഞ്ഞു കൊടുക്കുക, 36 വയസ്സ് വരെയുള്ളവർക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പം കുറേ PSC നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊരു ക്വസ്റ്റ്യൻ, അപ്പോൾ അവർക്കും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് പരീക്ഷ മലയാളത്തിൽ പഠിച്ചാൽ മതി. കാരണം അവർ ആ എക്സാംസ് മലയാളത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു തന്നെ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയും മലയാളത്തിൽ പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചാൽ മതിയോ എന്നൊരു സംശയമുണ്ട്. അതിന് ഒരു വ്യക്തമായ ഉത്തരം കൊടുക്കാൻ പറ്റും? ഇത് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം വേണ്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഡെന്നി സാർ പറഞ്ഞത് കാര്യമാണ്. അതായത് 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പലരും LDC പോലുള്ള പരീക്ഷകൾക്ക് മലയാളത്തിലാണല്ലോ പഠിക്കുന്നത്. അപ്പം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാമോ? പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പരീക്ഷ എഴുതാം. പക്ഷേ ഞാനൊരു 3 കാര്യങ്ങളാണ് മലയാളം പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാനുള്ളത്. ഈ 3 പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ആ 3 കാര്യങ്ങൾ ആദ്യം എന്താണെന്ന് മനസ്സിലാവും. അതിനകത്ത് 3ാമത് പറയുന്ന പോയിന്റ് ആയിരിക്കും ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സപ്പോസ് ഇത് റെയിൽവേയുടെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും റെയിൽവേയുടെ ക്വസ്റ്റ്യനുകളെല്ലാം ഉണ്ടാക്കുന്ന ഡിഫോൾട്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും ഹിന്ദിയാണ്. എന്നിട്ട് ഈ 2 ലാംഗ്വേജിൽ നിന്ന് ട്രാൻസ്ലേഷൻ ചെയ്താണ് നോർമലി റെയിൽവേ പരീക്ഷയ്ക്ക് മലയാളത്തിൽ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ നടക്കും. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വഴി മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടാവും. മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ കാണുന്നവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം ലാംഗ്വേജ് ട്രാൻസ്ലേഷനകത്ത് ചില ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി
വളരെ പണ്ടൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പുള്ള ട്രാൻസ്ലേഷൻ വളരെ മോശമായിരുന്നു, ഒരു തരത്തിലും ഫോളോ ചെയ്യരുത് എന്ന് തന്നെയായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ ട്രാൻസ്ലേഷൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ചില ചോദ്യമെങ്കിലും നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കും, മനസ്സിലാക്കാൻ സമയമെടുക്കും. സോ അത് ഒന്നാമത്തെ ഫാക്ടറാണ്, മലയാളത്തിൽ എഴുതുന്നവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലമാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മലയാളത്തിൻ്റെ ഫോണ്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. മലയാളത്തിൻ്റെ ഫോണ്ട് ഉരുണ്ടിരിക്കുന്ന ഒരു ഫോണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന് വേണ്ടി കസ്റ്റം ചെയ്ത സ്ക്രീനാണ് അവർ ചെയ്തേക്കുന്നത്. ഈ ഫോണ്ടിൻ്റെ വിഷയം കൊണ്ട് ചില സമയങ്ങളിൽ ചില ക്വസ്റ്റ്യൻസ് നീണ്ട് സൈഡിലോട്ടൊക്കെ പോകും. സോ നമ്മൾ സ്ക്രോൾ ചെയ്തൊക്കെ ഒരു സൈഡിലോട്ട് നോക്കിയിട്ടായിരിക്കണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നത്. അപ്പോൾ നമ്മുടെ സമയം കളയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു ഫാക്ടർ. അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനുള്ളതും, രണ്ടെന്ന് പറയുന്നത് ഈ പറയുന്ന ഫോണ്ടിൻ്റെ പ്രശ്നവും നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യം. ഇനി മൂന്നാമത് പറയുന്നതാണ് ഞാൻ അതിനകത്ത് ഏറ്റവും ക്രൂഷ്യലായിട്ട് പറയുന്നത്. കാരണം തേർഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മോക്ക് എക്സാം സീരീസുകൾ, ഇതൊന്നും നിങ്ങളിപ്പോൾ മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടാനില്ല. മലയാളത്തിലുള്ള ചോദ്യങ്ങളുടെ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് കിട്ടില്ല, മലയാളത്തിലുള്ള നല്ല ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കിട്ടില്ല, മലയാളത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെയധികം അവൈലബിൾ ആവില്ല, മലയാളത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് അവൈലബിൾ ആവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ RRB ഗ്രൂപ്പ് ഡി ജസ്റ്റ് സിലബസ് മാത്രം കവർ ചെയ്താൽ ക്ലിയർ ചെയ്യാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. ആരെങ്കിലും നിങ്ങളെ അങ്ങനെ മിസ്ലീഡ് ചെയ്ത് ജസ്റ്റ് കുറച്ച് ബേസിക്സ് മാത്രം പഠിച്ച് ക്ലിയർ ചെയ്യാമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. റെയിൽവേ പരീക്ഷയ്ക്ക് അതിന് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ സിമ്പിളായിട്ട് ജോലി കിട്ടും. ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അത് പഠിക്കേണ്ട രീതിയിൽ കൃത്യമായ ഗൈഡൻസ് കിട്ടണം. ഇതിന്റെ മാക്സും റീസണിംഗ് തന്നെ 55% മാർക്കുണ്ട്. 55% മാത്സ് ആൻഡ് റീസണിംഗ് ആണ്. അതെ, അത് കൃത്യമായ ഒരു പ്ലാനിൽ പഠിച്ച് ഈ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മെറ്റീരിയലുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ആ മീഡിയവും ആളുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ തെറ്റായ ഓൺലൈൻ പരീക്ഷകളായതുകൊണ്ട് തന്നെ മോക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്യണം അല്ലേ? മലയാളത്തിൽ മോക്ക് എക്സാംസ് അവൈലബിൾ അല്ലല്ലോ, കറന്റ് അവൈലബിൾ അല്ല. ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 5, 6 മോക്ക് ടെസ്റ്റുകളൊക്കെ പലരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, കറക്റ്റ് സെറ്റ് ചെയ്ത മോക്ക് ടെസ്റ്റുകൾ. പക്ഷേ ബൾക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് മാത്രമേ നമുക്ക് റിസൾട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു, NTPC ഉൾപ്പെടെയുള്ള പരീക്ഷ എഴുതുന്ന എല്ലാ ആൾക്കാരും ഇത് പ്രിപ്പയർ ചെയ്യും. വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പ് നമ്മുടെ ഇടയിലുണ്ട്. അവരോട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ മോക്ക് എക്സാംസ് എഴുതാതെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എഴുതാതെ, അധികം ക്വസ്റ്റ്യൻസ് കാണാതെ ജസ്റ്റ് സിലബസ് മാത്രമാക്കിയാൽ ക്ലിയർ ചെയ്യില്ല എന്നൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ മൂന്നാമത്തെ ഫാക്ടറാണ് ഞാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോക്ക് എക്സാംസ്, സെക്ഷൻ ടെസ്റ്റുകൾ, ഇതൊന്നും നിങ്ങൾക്ക് കാര്യമായിട്ട് ആക്റ്റീവ് റിവിഷൻ ആക്ച്വലി നടക്കില്ല. അങ്ങനെ ഒരു റിവിഷനും നടക്കാതെ ജസ്റ്റ് സിലബസ് മാത്രം ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും ധരിക്കുന്നില്ല. നമ്മൾ റിട്ടേൺ ഇപ്പം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാമുകൾ റിട്ടേൺ ആയിട്ട് OMR ഷീറ്റിൽ എഴുതുന്ന പരീക്ഷ പോലെ ഈ എക്സാം പോയി നമ്മൾ സമീപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എക്സാം നേടിയെടുക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ തന്നെ പഠിക്കണം, ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം എന്നാണ് സാർ പറഞ്ഞതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം. ഫൈനൽ തിങ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എക്സാം എഴുതാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഇനി മലയാളത്തിൽ എഴുതണം അത്രയും അർജൻസി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ 3 കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങൾക്കൊരു വിഷയമല്ല. അതിനേക്കാളും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കുക എന്നുള്ളതാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരുപാട് പേര് അത് ചോദിച്ചൊരു ചോദ്യം ആയതുകൊണ്ട് നമ്മളത് പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അങ്ങ് പ്യുവർ ഇംഗ്ലീഷിൽ എടുക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും കൂടെ ചേർന്നാണ് സബ്ജക്റ്റുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആ ടേംസ് ഒക്കെ. അപ്പോൾ അത് പഠിക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റുകളായിട്ട് ചോദിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കമന്റുകളായിട്ട് ഇടുക. ഇനി ഗ്രൂപ്പ് ഡി പഠിക്കുന്നവർക്ക് ദിശ അക്കാഡമി എന്താണ് കൊടുക്കുന്നത്? ഗ്രൂപ്പ് ഡി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ദിശ അക്കാഡമി എപ്പോഴും ഓരോ ബാച്ചുകളും കൊണ്ട് നമ്മളുടെ ഫ്രണ്ടിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ റെയിൽവേ എക്സാം നോക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ടർബോ ബാച്ച് എന്ന് പറയുന്ന മോസ്റ്റ് എനർജറ്റിക് ആയിട്ടുള്ളൊരു ബാച്ചാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ അധ്യാപകരും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പറഞ്ഞു തരാനായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ബാച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇനിയിപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് തുടങ്ങി നോക്കാം, എന്നാൽ ഇത് സീരിയസ് ആയിട്ട് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഈ ടർബോ ബാച്ച് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. കൃത്യമായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തു നിന്നും കിട്ടാത്തതിനേക്കാളും കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിന്റെ ക്ലാസ്സുകൾ പോകുന്ന കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു. അതെ, നമ്മുടെ ടർബോ ബാച്ച് എന്ന പേരിൽ RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ച് ഫ്രീ ക്ലാസ്സസ് ആണ്. അതെടുത്ത് പറയട്ടെ, ടർബോ ബാച്ച് എന്ന പേരിൽ പുതിയ ഫ്രീ ക്ലാസ് സീരീസുകൾ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ അതിന്റെ ഫസ്റ്റ് സെഷൻ എന്ന രീതിയിൽ ഇന്ന് ഫസ്റ്റ്, അതായത് പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു സെഷൻ ഇന്ന് വൈകുന്നേരം എൻ്റെ സെഷൻ ആയിരിക്കും
ആയിരിക്കും ഉണ്ടാകുന്നത്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസങ്ങളിലും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ്. ആദ്യത്തെ 4 ദിവസം നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകളും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ റീസണിങ്ങിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ മാത്സിന് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ജനറൽ സയൻസ് സബ്ജക്റ്റുകൾക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, GK സബ്ജക്റ്റിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള പ്രിപ്പറേഷൻ രീതികളായിരിക്കും ആദ്യത്തെ 4 ക്ലാസ്സുകളായിട്ട് വരുന്നത്. അതിനുശേഷം ഓരോ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ കൃത്യമായ ഓർഡർ ടർബോ ബാച്ചിലൂടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെയും NDPCയുടെയും ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇത്തരം ക്ലാസ്സുകളെല്ലാം ടർബോ സീരീസിലുള്ള ക്ലാസ്സുകളായി ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ ഈ ഒരു ബാച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പഠിക്കണം, റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പേര് വീഡിയോയുടെ താഴെ ചോദിക്കുന്നുമുണ്ട്, സാർ ക്ലാസ്സുകളായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഇടുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ 2019 മുതലുള്ള ക്ലാസ്സുകൾ പോയി കാണാമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് കൊടുത്തിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ സാധിക്കുന്ന ഒരു സ്റ്റാർട്ടറായിട്ട് തന്നെ ഉണ്ട്. അത് കൂടാതെയാണ് നിങ്ങൾക്ക് 2025 പുതിയ ഒരു സെറ്റ് ഓഫ് പ്ലേലിസ്റ്റ് ക്ലാസ്സുകൾ കൂടി വരുന്നത്. ഇത്രത്തോളം വീഡിയോസ് കേരളത്തിൽ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, ഒരു ചാനലിലും അവൈലബിൾ അല്ലാത്തതിൻ്റെ അത്രത്തോളം വീഡിയോസ് ദിശ അക്കാഡമിയുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പഠിച്ചു തുടങ്ങേണ്ട ആളുകൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ ഒരു ബാച്ച് വളരെ സന്തോഷപൂർവ്വം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റിലും അവൈലബിൾ ആയിരിക്കും. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുക. ക്ലാസ്സുകൾ വരുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസും മറ്റും നിങ്ങൾക്ക് തരാൻ വേണ്ടിയും നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയും ഗ്രൂപ്പ് ഡി പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഈ ഗ്രൂപ്പ് ഉപയോഗിക്കാം. ഒരു സ്റ്റഡി ഗ്രൂപ്പായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ പറഞ്ഞുകൊള്ളുക. നിങ്ങളെ എല്ലാവരെയും ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ദിശ അക്കാഡമിയുടെ എല്ലാ അധ്യാപകരും ഒരുമിച്ച് പരിശ്രമിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തുള്ള ഓഫ്ലൈൻ അക്കാഡമികളിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ അധ്യാപകരെ കാണുകയും അവരോട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള അവസരവുമുണ്ട്. അതാണ് ഞാൻ ആ പറഞ്ഞ ബാച്ച് ഓപ്പണിംഗ് ഡേറ്റുകൾ എന്ന് പറഞ്ഞത്. കൊട്ടാരക്കര, ട്രിവാൻഡ്രം, കൊല്ലം ബ്രാഞ്ചുകൾ പുതിയ ബാച്ചിൻ്റെ ഓപ്പണിംഗ് ഫെബ്രുവരി 3-ാം തീയതി ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി 5-ാം തീയതി മുതൽ ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ച് നമ്മുടെ തൃശ്ശൂർ, കാലിക്കറ്റ് ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വെറുതെ എങ്കിലും നിങ്ങൾ വന്ന് നമ്മുടെ അധ്യാപകരെയൊക്കെ കാണൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ തീർക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.